ഒരിക്കൽ ഒരു ഭൂപ്രഭു ഒരു കർഷകന് ഒരു ദിവസം കൊണ്ട് നടന്നു തീർക്കാൻ കഴിയുന്നത്ര ഭൂമി വാഗ്ദാനം ചെയ്തു. നിബന്ധന ഒന്ന് മാത്രമേ ഉള്ളൂ: സൂര്യാസ്തമയത്തിന് മുൻപ് പുറപ്പെട്ട സ്ഥലത്ത് തിരിച്ചെത്തണം. കഴിയുന്നത്ര ഭൂമി സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ അടുത്ത ദിവസം പുലർച്ചെ മുതൽ കർഷകൻ നടന്നു തുടങ്ങി. ക്ഷീണിതനായെങ്കിലും ഉച്ചയ്ക്ക് ശേഷവും അയാൾ യാത്ര തുടർന്നു. പരമാവധി ഭൂമി നേടിയെടുക്കുക എന്നതാണ് ചിന്ത. സൂര്യാസ്തമയത്തിന് മുൻപ് തിരിച്ചെത്തിയാലേ ഭൂമി ലഭിക്കൂ എന്നതിനാൽ അയാൾ മടങ്ങാൻ തീരുമാനിച്ചു. ഏറെ ദൂരം പോയിട്ടുണ്ട്, ഒപ്പം നന്നേ ക്ഷീണിച്ചിട്ടുമുണ്ട്. എങ്കിലും അയാൾ നടത്തത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. നിർഭാഗ്യവശാൽ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തും മുൻപേ അയാൾ തളർന്നു വീണ് മരണത്തിന് കീഴടങ്ങി എന്നാണ് കഥ. 6 അടി മണ്ണിൽ അയാളുടെ ആഗ്രഹങ്ങളെല്ലാം അവസാനിച്ചു. അത്യാഗ്രഹത്തിന്റെ അനിവാര്യമായ പതനമാണിത് എന്നാണ് കഥ നമ്മളോട് പറയുന്നത്. ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാകും, എന്നാൽ അത്യാഗ്രഹത്തിന് സീമകളില്ല. വലുതായവയെല്ലാം ഒരിക്കൽ ചെറുതായിരുന്നു എന്ന് ഓർമ്മിക്കുക. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചതും അടുത്ത ഘട്ടത്തിലേക്ക് പടിപടിയായി കയറിയതുമാണ് വലുപ്പത്തിന്റെ ആധികാരികതയ്ക്ക് കാരണം. ഓരോന്നും വലുതാകുന്നതിന് അതിൻ്റെതായ സമയം അനുവദിക്കണം. വിത്തിന് വൃക്ഷമാകാൻ ഒരു സമയമുണ്ട് എന്നതുപോലെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പക്ഷേ ഈ കഥയിലൊരു കുഴപ്പമുണ്ട്. ഈ കഥ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. കാരണം ഒരു കർഷകന് നടന്നു തീർക്കാൻ കഴിയുന്ന ഭൂമി നിനക്ക് നൽകാം എന്ന് വിധിക്കാൻ ആരാണ് ഈ ഭൂമിയുടെ ഉടമ? ഈ നീർനിലത്തിന്റെ ഉടമയാര്, അടിമയാര് എന്നതാണ് ചോദ്യം.